ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെറി ഗൺമാൻ്റെ ഒരു 8 ഫീറ്റ് റോഡ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ റോഡ് നമുക്ക് റിവ്യൂ ചെയ്യാൻ നിന്നിട്ട് 2 ആഴ്ച മേളിലായി. അപ്പോൾ ഇത് റോഡ് ഇതുവരെ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ഉപയോഗിച്ച് ഒരു ഫിഷിംഗ് ഒക്കെ നടത്തിയിട്ട് അതിൻ്റെ വീഡിയോകളോട് തന്നെ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയായിരുന്നു. അപ്പോൾ ഇതൊരു 8 ഫീറ്റ് റോഡാണ്. ഇതിൻ്റെ വില വന്നിട്ട് 1000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ റോഡ് വന്നിട്ട് 7 അടി തൊട്ട് 10 അടി വരെയുള്ള റോഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ റോഡ് നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്നേക്കുന്നത് ആംഗ്ലേസ് ഹാൻഡ് ബുക്കിലെ ദിലീപാണ്. തൃശ്ശൂരാണ് ആംഗ്ലേസ് ഹാൻഡ് ബുക്ക് എന്നും പറഞ്ഞൊരു ടാക്കിൾ ഷോപ്പുണ്ട് ദിലീപിൻ്റേത്. ആംഗ്ലേസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ദിലീപിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദിലീപിനാണെങ്കിൽ ആംഗ്ലേസ് ഹാൻഡ് ബുക്ക് എന്നുള്ള പേരിലൊരു യൂട്യൂബ് ചാനലുണ്ട്. ഫിഷിങ്ങിൻ്റെ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അടിപൊളി വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ റോഡ് ഉപയോഗിച്ച് നമ്മൾ ഫിഷിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് ഉപയോഗിച്ച് നമ്മൾ ചെമ്പല്ലിയും വാഹ, ആറ്റുവാള, അപ്പോൾ ഈ 3 മീനും നല്ല ആംഗ്ലേഴ്സിന് നല്ല സ്ട്രൈക്ക് തരുന്ന മീനുകൾ തന്നെയാണ്. അപ്പോൾ അത് ഈ റോഡ് ഉപയോഗിച്ച് പിടിച്ചിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ റോഡിൻ്റെ 8 ഫീറ്റ് റോഡിൻ്റെ അകത്ത് വന്നിട്ട് 6 ഗൈഡാണ് വന്നേക്കുന്നത്. ഇത് സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ബിഗിനേഴ്സായിട്ടുള്ള ആംഗ്ലേഴ്സിന് ലോങ് കാസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഇത് സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ ഇത് ഫ്രോഗൊക്കെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടിപ്പൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആക്ഷൻ കൊടുക്കാൻ പറ്റും. അത് ഫ്രോഗ് തന്നെയല്ല, ഏത് ലൂറ് കാസ്റ്റ് ചെയ്താലും അതിന് നല്ല ആക്ഷൻ കൊടുക്കാൻ പറ്റും ഈ റോഡ് ഉപയോഗിച്ച്. അപ്പോൾ അതേപോലെ തന്നെ നല്ല ഫ്ലെക്സിബിളാണ്. ഇതിൻ്റെ ആക്ഷൻ വന്നിട്ട് മീഡിയം ഹെവി ആക്ഷനാണ്. കാസ്റ്റിംഗ് വെയിറ്റ് വന്നിട്ട് 20 ഗ്രാം തൊട്ട് 60 ഗ്രാം വരെയാണ് നമുക്ക് ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ ആക്ഷൻ മീഡിയം ഹെവി ആക്ഷനാണ്. ഇതേ കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ കാണാനും നല്ല ലുക്കുണ്ട് ഈ റോഡിന്. അതൊരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ നല്ല രസമാണ് ഈ റോഡ് കാണാൻ. നല്ല ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ ലോങ് കാസ്റ്റിങ്ങിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതാണ്. സാധാരണ ബിഗിനേഴ്സായിട്ടുള്ള ആംഗ്ലേഴ്സിനെല്ലാം ഉള്ള ഒരു പരാതിയാണ്, അവർ ഫ്രോഗൊക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ലോങ് പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ റോഡ് ഉപയോഗിച്ച് അതിന് നല്ലൊരു പരിഹാരമാണ് ഈ റോഡ്. നല്ല ലോങ് കിട്ടും, കാസ്റ്റിങ്ങിന് ഡിസ്റ്റൻസ് നല്ലതായിട്ട് കിട്ടുന്നുണ്ട് റോഡ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം. അതേപോലെ തന്നെ നല്ല ഫ്ലെക്സിബിളാണ് റോഡ്. ഇത് കണ്ടില്ലേ? നല്ല രീതിയിൽ ഫ്ലെക്സ് ചെയ്യുന്നുണ്ട് റോഡ്. ദിലീപിൻ്റെ ചാനലിൻ്റെ പേര് ദി ആംഗ്ലേഴ്സ് ഹാൻഡ് ബുക്ക് ടാക്കിൾസ് എന്നാണ്. നല്ല അടിപൊളി വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. നിങ്ങളെല്ലാവരും കയറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഒരു മീൻ വേട്ടക്കാരൻ തന്നെയാണ്. ആ ചാനലിൽ കൂടെ നല്ല നല്ല വീഡിയോകൾ, കാളാഞ്ചി, അമൂറ്, ചെമ്പല്ലി, ഈ വറ്റ ഇങ്ങനെയുള്ള മീനുകളെ പിടിക്കുന്ന വീഡിയോയും അതേപോലെ തന്നെ പെട്ടിവണ്ടി നിറച്ച് മീനെ പിടിക്കുന്ന വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി വീഡിയോ ആണ്. ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ആ ചാനലിൽ കാണുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമുക്ക് ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ റോഡിൻ്റെ ഇതേ വിലയ്ക്ക് ഇതേപോലുള്ള ഒരു റോഡ് വേറെ കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല വെയിറ്റ്, ഈ വില കുറവും വെയിറ്റ് കുറവാണ് തീരെ. അതുകൊണ്ട് നമുക്ക് ലൂർ കാസ്റ്റിങ്ങിനൊക്കെ നമുക്ക് സുഖമായിട്ട് ഇത് എത്ര നേരം വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ആക്ഷൻ്റെ കാര്യമാണെങ്കിൽ പറയുകയോ വേണ്ട. ഇതിൻ്റെ അകത്ത് കാട്ടില്ല, ഫ്രോഗൊക്കെ കൊടുക്കുവാണെങ്കിൽ എന്നാ ആക്ഷനാണ് കിട്ടുന്നതെന്ന് അറിയാം ഫ്രോഗിനൊക്കെ. അപ്പോൾ ഈ പലരും ഇതിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഫ്രോഗ് കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെറുമീനും വരാലും ഒക്കെ പിടിക്കുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിലീപ് ഈ റോഡ് നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നപ്പോൾ തന്നെ പ്രത്യേകം പറഞ്ഞിരുന്നു, ചെറുമീനോ വരാലിനെ ഒന്നും പിടിക്കുന്ന വീഡിയോ ഇടണ്ട, വേറെ ഏതെങ്കിലും മീനിനെ കാസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അതും പ്രകാരം നമ്മളൊരു ചെമ്പല്ലി, ഒരു ആറ്റുവാള, ഒരു വാഹ, ഈ 3 മീനെ പിടിക്കുന്ന വീഡിയോൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. ഇത് തന്നെയല്ല, വേറെ ഒത്തിരി മീനെ ഇത് ഉപയോഗിച്ച് നമ്മൾ പിടിച്ചിരുന്നു. പക്ഷേ അത് മിക്ക സമയത്തും നമുക്ക് ഈ ഫിഷിംഗ് ചാനൽ നടത്തുന്ന എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന സമയത്ത് മീൻ കിട്ടാറില്ല, മീൻ കിട്ടുന്ന സമയത്ത് വീഡിയോ എടുക്കാനും പറ്റാറില്ല. ഇത് വാഹയൊക്കെ ആണെങ്കിൽ ഒരു 6-7 വാഹ ഞാൻ ഈ റോഡ് ഉപയോഗിച്ച് പിടിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയിരുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ ആരും സഹായമില്ലാതെ ഫോൺ ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ആരും ഇല്ലാതിരുന്നുകൊണ്ട് ആ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2-3 വീഡിയോ നമ്മളിതിൻ്റെ അകത്ത് കൂട്ടത്തിൽ കാണിക്കുന്നത് ആ സമയത്ത് കൂടെ ആളുള്ളതായിരുന്നു.
അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, ടെറി ഗൺമാൻ ഫിഷിംഗ് റോഡ് നല്ല അടിപൊളി റോഡാണ്, ധൈര്യമായിട്ട് വാങ്ങിച്ചു. ഫ്രണ്ട്സ്, നമ്മൾ ആ റോഡുമായിട്ട് ഫിഷിങ്ങിന് ഇറങ്ങിയേക്കുന്ന ആദ്യമായിട്ട് നമ്മൾ ചെമ്പല്ലിയെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് 2 മരങ്ങൾ 2 സൈഡിലായിട്ട് വീണ് കിടക്കുന്നതിൻ്റെ നടുക്കൂടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂറെന്ന് പറഞ്ഞാൽ ലുക്കാനയുടെ പെട്ടറാപ്പ് ലൂറാണ്. ഇതിൻ്റെ വില വന്നിട്ട് 300 രൂപയാണ് MRP വരുന്നത്. അപ്പോൾ ഈ ലൂർ നമുക്ക് അയച്ചു തന്നത് ആംഗ്ലേഴ്സ് ഹാൻഡ് ബുക്കിലെ ദിലീപ് തന്നെയാണ് സെലക്ട് ചെയ്ത് അയച്ചു തന്നത്. നല്ല റിസൾട്ട് ഉള്ളതായിരുന്നു. അപ്പോൾ ഈ ദിവസം തന്നെ ആദ്യത്തെ കാസ്റ്റിങ്ങിന് തന്നെ മീനടിച്ച് അത് നല്ലൊരു സ്ട്രൈക്കാണ് തന്നത്. അത് കൊണ്ടുവന്ന് ആ മരത്തിൻ്റെ കമ്പിൻ്റെ അടുക്കലോട്ട് കൊണ്ടുവന്ന് വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമുക്കത് 2 സൈഡിലും മരം കിടക്കുന്നതുകൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അത് ആദ്യം കൊണ്ടുവന്ന് മരത്തിലൊന്ന് ഉടക്കിയതിന് ശേഷം അത് പിന്നീട് ഒരു വട്ടം റിലീസായി വന്നതാണ്. അവിടെ നിന്ന് വീണ്ടും കൊണ്ടുവന്നിട്ട് അത് ആ മരത്തിൻ്റെ കീഴിലോട്ട് കൊണ്ടുവന്ന് അത് ഉടക്കി അങ്ങനെ നമ്മുടെ ആ മീൻ റിലീസായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കത് കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന് ശേഷം തന്നെ ഇവിടെ നിന്ന് ഒരു 2 പ്രാവശ്യം കൂടെ അതേ ലൂറിൽ തന്നെ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയതായിരുന്നു. ആ 2 മിസ്സായിപ്പോയി. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ വരുന്നുണ്ട്, ഇവിടെ ആണെങ്കിൽ ഇതേപോലെയുള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട്, നമ്മൾ കഴിവതും ഈ ലൂറ് തിരഞ്ഞെടുക്കുന്നുണ്ട് ഷ്രിംബോ അല്ലെ ഷാഡോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വന്നിട്ട് ഒറ്റ ഹുക്കാണ് വരുന്നത്. അന്നേരം ഹുക്കപ്പ് ആയി കഴിയുന്നുണ്ട് വേറെ ഹുക്കുകളൊന്നും എങ്ങും ഉടക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പം പരമാവധി ശ്രദ്ധിക്കുക, ഷ്രിംബോ ഷാഡോ കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ ആദ്യത്തെ മീനടിച്ച് ഇവിടെ പോയി കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പം ഷ്രിംബോ ആയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന ഷ്രിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഡീപ്പറിൻ്റെ 16 ഗ്രാമിൻ്റെ ഷ്രിംബായിരുന്നു ഉപയോഗിച്ചത്. ഫയർ ടൈഗർ ഷ്രിംബാണ് ഉപയോഗിച്ചത്. അതിൻ്റെ അകത്തും നമുക്ക് 2-3 കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. ആ സ്ട്രൈക്കിൻ്റെ അകത്ത് അത് കിട്ടിയ മീൻ നമുക്ക് കയറിയിട്ടുണ്ട്. ആ വീഡിയോ കാണാം നമുക്ക്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ആ ഫയർ ടൈഗർ കളറ് വരുന്ന ആ ഷ്രിംബായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ബ്ലാക്ക് ഡീപ്പറിൻ്റെ ഇതിൻ്റെ 16 ഗ്രാം MRP വരുന്ന 290 രൂപയാണ് വരുന്നത്. ഇത് നല്ല റിസൾട്ടുള്ളൊരു ഷ്രിംബ് ലൂറ് തന്നെയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിൽ ഇതേപോലെയുള്ളൊരു ഷ്രിംബ് ലൂറ് തന്നെ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷ്രിംബ് ലൂറ് വേണമെങ്കിൽ ഏത് കടയിൽ നിന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. കാരണം എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഷ്രിംബ് തന്നെയാണ് ഇത്. അമ്പത്തെട്ടി വീഡിയോ എടുക്കണോ ഫോട്ടോ എടുക്കണോ? വീഡിയോ സിമ്പിളായി. അടുത്തത് നമുക്ക് ആ വാഹയെ പിടിച്ചേക്കുന്ന വീഡിയോയും കൂടെ ഒന്ന് കാണാം. അത് പ്രതീക്ഷിക്കാതുള്ളൊരു സ്ട്രൈക്കായിരുന്നു കിട്ടിയത്. നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ലോങ് പോകുന്നുണ്ട് ഈ റോഡ് ഉപയോഗിച്ച് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ റോഡ് ഈ ലൂറി എന്ന് വീഴുന്നിടം കൃത്യമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ലോങ്ങിലാണ് അത് പോയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റിട്രീവ് ചെയ്തുകൊണ്ട് വന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അടുക്ക എത്താറായപ്പോഴായിരുന്നു അത് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കരയോട് അടുക്കാറായപ്പോഴാണ് അത് വന്ന് സ്ട്രൈക്ക് ചെയ്തത് മീൻ. അത് നമ്മൾ ഈ മീൻ അടിച്ച മീനുകളെല്ലാം നമ്മൾ സ്റ്റിക്കിൽ തന്നെ ലിഫ്റ്റ് ചെയ്ത് കയറ്റുമായിരുന്നു ചെയ്തത്.
അല്ല നമ്മൾ ഇറങ്ങി പിടിക്കാനോ ഗ്രിപ്പറിട്ട് പിടിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ആ റോഡിൻ്റെ വില ഒന്ന് കപ്പാസിറ്റി ഒന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ പൊക്കിയെടുക്കുന്നതെല്ലാം. ഇവിടെ നമ്മൾ ഭാഗയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത് വന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് നിയാസ് നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിയാസിനും ഇവിടെ നിന്ന് നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു വാഹ അടിച്ചായിരുന്നു. ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. നിയാസിൻ്റെ നമ്മൾ നേരത്തെയും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സ്പോട്ടിൽ നിന്ന് തന്നെ വാഹയെ പിടിക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിയാസ് ഉപയോഗിക്കുന്നത് ഒരു വൈറ്റ് കാസ്റ്റ് റീലും റോഡുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഏകദേശം ഒരു 1.5-2 കിലോയുടെ അടുത്തുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു വാഹനമാണ് കയറിയത് നിയാസിനും. അപ്പോൾ ആ വീഡിയോ കൊണ്ടൊന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, എല്ലാവരെയും കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ്. ഇങ്ങനെ മീനെ കൊണ്ടുവന്ന് കരയ്ക്ക് അടുപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബ്രൈഡ് പിടിച്ചുകൊണ്ട് അത് പൊലിച്ച് പൊക്കാൻ ശ്രമിക്കാറുണ്ട്. അത് വലിയ അപകടമാണ്. നമ്മുടെ കൈ മുറിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരിക്കലും ബ്രൈഡെ പിടിച്ച് പൊക്കാൻ ശ്രമിക്കരുത്. അതിന് പകരം നമ്മൾ ലീഡർ ലൈൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൂറോകാർബണോ അല്ലെങ്കിൽ ടങ്കീസോ നൂലോ ആണെങ്കിൽ അതേ പിടിച്ച് പൊക്കുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. നമ്മൾ ഈ ബ്രൈഡാണെങ്കിൽ ആ ഒരു സമയത്ത് മീനൊന്ന് പിടയ്ക്കുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈ മുറിയാനുള്ള ഒരു ചാൻസ് ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇത് കൊണ്ടുവന്ന് പൊക്കി പിടിക്കുന്ന സമയത്ത് മീനൊന്ന് പിടച്ചപ്പം ഇതിൻ്റെ നിയാസിൻ്റെ കൈയൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ ആരും ചെയ്യാതിരിക്കുക. ഇതേ ഇപ്പോൾ നോക്കിക്കണം, അത് മേപ്പോട്ട് ഉയർത്തുന്ന സമയത്ത് ആ മീനൊന്ന് പിടയ്ക്കുന്നുണ്ട്. ആ ബ്രൈഡയിലാണ് പിടിച്ചേക്കുന്നത്. ഇതേ ഇപ്പോൾ കണ്ടോണം, ഒന്ന് ശ്രദ്ധിച്ച് ആണോ കൈ നോക്കിയാൽ കണ്ടോ. അപ്പോൾ ആ കൈക്ക് അവിടെ മുറിവ് പറ്റിയത്. അപ്പോൾ അങ്ങനെ ആ ബ്രൈഡെ പിടിച്ച് പൊക്കരുത്, അതുകൊണ്ടാണ് പറയുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് ഈ റോഡ് ഉപയോഗിച്ച് ഒരു ആറ്റുവാളെ പിടിച്ച വീഡിയോയും കൂടെ കാണാം. അപ്പോൾ അത് ആദ്യം കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊന്നും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു. അടിച്ചിങ്ങി അടുത്ത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അജീഷ് കൂടെ ഉണ്ടായിരുന്നു. അജീഷിനെ കൊണ്ട് പിന്നീട് വീഡിയോ എടുപ്പിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് ആ വാളയുടെ മുഖത്താണ് കൊരുത്ത് വന്നത് ലൂറ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച ഇതും പെട്ടറാപ്പിൻ്റെ തന്നെ ലൂറായിരുന്നു. കന്നഡ പെട്ടറാപ്പായിരുന്നു. ഈ കളർ കണ്ടില്ലേ, ഒരു യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നത്. ഇത് വാളയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കളറാണിത്. ആറ്റുവാളയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതിൻ്റെ തന്നെ ഈ ലൂർ ഉപയോഗിച്ച് തന്നെ വേറെ 1-2 ആറ്റുവാളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ കിട്ടാഞ്ഞുകൊണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പം ഈ റോഡിൻ്റെ ഗുണങ്ങളിപ്പം നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ റോഡ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ആംഗ്ലേഴ്സ് ഹാൻഡ് ബുക്കിലെ ദിലീപുമായിട്ട്. അതേപോലെ തന്നെ ദിലീപിൻ്റെ ചാനലിൻ്റെ പേരും ആംഗ്ലേഴ്സ് ഹാൻഡ് ബുക്ക് എന്ന് തന്നെയാണ്. നല്ല കിടുക്കാച്ചി വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. ചാനൽ സപ്പോർട്ട് ചെയ്യാം.